ശ്രീ ജിൻഡോ ജോൺ, ഈ താങ്കൾ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അത് വളരെ വൈകാരികമായൊരു കുറിപ്പ്, മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. അതിനുശേഷം ഇന്ന് കേൾക്കുന്ന വാർത്ത, താങ്കളെപ്പോലെ തന്നെ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമാണ് രാജു പി നായർ, താങ്കൾക്കെതിരെയും VR അനൂപിനെതിരെയും KPCC അധ്യക്ഷന് പരാതി കൊടുത്തു. LDFന്റെ വാദങ്ങൾ ഉന്നയിക്കുന്ന, സർക്കാരിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ എങ്ങനെ ചാനൽ ചർച്ചകളിൽ ഇനി വരാൻ കഴിയും എന്നുള്ളതാണ് രാജു പി നായർ പരാതിയായി നൽകിയതെന്ന് കേൾക്കുന്നു. ആധികാരികമായ പരാതി ഞാൻ കണ്ടിട്ടില്ല, അതുകൂടി പറയണമല്ലോ. അപ്പോൾ നാളെ മുതൽ ചാനൽ ചർച്ചകളിൽ താങ്കൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. ആര്യ, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അക്കൂട്ടത്തിൽ എനിക്ക് അല്പം സമയം തന്നെ എനിക്ക് ഷാനീബിന് ഒന്ന് രണ്ട് കാര്യത്തിൽ മറുപടി പറയാനുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ എനിക്ക് നേരിട്ട് ഒരു തരത്തിലുള്ള അറിയിപ്പോ കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എനിക്കെതിരെ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേ, മാധ്യമങ്ങളിൽ അങ്ങനെ ചില സ്ക്രോളിംഗ് വാർത്തകൾ കണ്ടു. ആ വാർത്തകൾ ശരിയോ തെറ്റോ ആകട്ടെ, പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ സംഘടനാപരമായൊരു കാര്യം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വീഴ്ച സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? KSUക്കാരെ വിമർശിക്കണമെന്നാണോ പാർട്ടിയുടെ നിലപാട്? അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി മറിച്ച് എന്നെക്കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ ഉള്ളവർക്ക് പരാതി കൊടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പരാതി കൊടുത്തയാളും പരാതി വാങ്ങിയ സർക്കാരിന്റെ ഏതെങ്കിലും തീരുമാനവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ആദ്യം ഉന്നയിക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ്, അതല്ലെങ്കിൽ മന്ത്രിമാരോടാണ്, അതല്ലെങ്കിൽ KPCC അധ്യക്ഷനോടാണ്. അതിന് പകരം സമൂഹ മാധ്യമങ്ങൾ വഴി ആണോ പരാതികൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടോ ശ്രീ ജിൻഡോ ജോൺ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഡിസോൺ ചെയ്യുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നെക്കുറിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കൃത്യമായ അറിവുകൾ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾക്ക് അതിലൊരു ഉത്തരം കിട്ടാത്ത സാഹചര്യം വരുന്നത്. അത്തരം കാര്യങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ ആഴത്തിലുള്ള വിശദീകരണം ഞാൻ മാധ്യമങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ അദ്ദേഹം അതുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ പരാതി കൊടുത്തയാളും പരാതി കിട്ടിയ ആളും അല്ലാതെ മാധ്യമങ്ങൾക്ക് ആ വാർത്ത കിട്ടിയെങ്കിൽ ആ പ്രോസസ്സും ഒരു ശരിയായ രീതിയല്ല. തികച്ചും സംഘടനാപരമായി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി നടക്കേണ്ട ഒരു പ്രോസസ്സിന്റെ ഭാഗമായുള്ള ഒരു കത്ത് അത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തയാളോ കിട്ടിയയാളോ പറയാതെ പുറത്തു വരില്ല. അതും ശരിയല്ല. പിന്നെ ആരാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്നും കൂടി പരിശോധിക്കപ്പെടണം. അതും സംഘടനാ വിരുദ്ധ നടപടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും അത്തരം അഭിപ്രായങ്ങളുള്ള ആളുകൾ ഈ പാർട്ടിയുടെ പൊതു നിലപാടിനെതിരായിട്ട് ഞാൻ പറഞ്ഞൊന്നും വിചാരിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ പൊതു നിലപാട് എന്താണെന്ന് അങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ അഭിപ്രായം പലരും പറയുന്നുണ്ട്. പിന്നെ സർക്കാരിനെ 100% പിന്തുണച്ച് സംസാരിക്കില്ല അല്ല എൻ്റെ ഉത്തരവാദിത്വം എന്ന് വിചാരിക്കുന്നു. 100% സർക്കാരിനെ പിന്തുണയ്ക്കാൻ ശമ്പളം വാങ്ങുന്ന PRD ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്നതാണ്. കോൺഗ്രസിന് വേണ്ടി 100% സംസാരിക്കും. സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന UDF സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന നല്ല തീരുമാനങ്ങളെ, ജനകീയ തീരുമാനങ്ങളെ 100% പിന്തുണയ്ക്കും. അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന, സർക്കാർ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയും MLA മാരും മാത്രമല്ല ഉദ്യോഗസ്ഥരും കൂടി അടങ്ങുന്നതാണ്. അതിൽ പല രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ വരുന്ന മുഴുവൻ കാര്യങ്ങളെയും 100% പിന്തുണയ്ക്കൽ സർക്കാരിന്റെ PRD ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അതെന്റെ ചുമതലയാണെന്ന് വിചാരിക്കുന്നില്ല. എനിവേ, അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ പേരിലാണ് നടപടിയെടുക്കുന്നതെങ്കിൽ ഈ ആവശ്യത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ എത്ര കാലം മുമ്പ് വരെ, ആരൊക്കെ വരെ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഞാൻ അത് അവിടെ നിർത്തുകയാണ്, അതൊരു മറ്റൊരു വിഷയമായതുകൊണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ട് അല്ല, അത് പരാതി ഉണ്ടെങ്കിൽ പരാതി കിട്ടുന്ന ആളുകൾ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു പ്രവചനം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിവേ, ഇവിടെ സംസാരിച്ച വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. എനിക്കൊരു 2 മിനിറ്റ് തരണം. ഒന്ന്, കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് ഈ ജനകീയ സർക്കാരിന്റെ, UDF സർക്കാരിന്റെ, VD സതീശൻ സർക്കാരിന്റെ ഓരോ തീരുമാനങ്ങളും, ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കപ്പെടുന്നു, ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കപ്പെടുന്നു, മറ്റ് ജനകീയ പ്രവർത്തനങ്ങൾ നടപ്പാക്കപ്പെടുന്നു. ഞങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും സംഘടനാപരമായി രാഷ്ട്രീയമായിട്ടുള്ള നിയമനങ്ങളുള്ള വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്രീ ജിൻഡോ ജോൺ, അതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയൊക്കെയാണ് കറണ്ട് പോകുന്ന ഒരു ദിവസം.
ഞാൻ ആര്യ എനിക്ക് സമയം തരികയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അവസാന ഭാഗത്ത് പറയാം. കാരണം എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് മറുപടി ഉണ്ട്, അത് പറയുകയും ചെയ്യാം. ഇനി രണ്ടാമത്തത്, BJP ഇവിടെ വളർന്നു വരുന്നത് കൊണ്ട് കോൺഗ്രസിനകത്തുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തെങ്ങും ആരും അറിയാതെ രഹസ്യമായി പറഞ്ഞു തീർക്കണമെന്നുള്ള വാദത്തോട് എനിക്ക് യോജിപ്പില്ല. ഏത് BJPയെ കുറിച്ചാണ് സാർ നമ്മൾ സംസാരിക്കുന്നത്? സ്വന്തം പ്രധാനമന്ത്രിയുടെ കട്ടൗട്ടിന്റെ കാശ് പോലും കടത്തുന്നവർ, സ്വന്തം പാർട്ടിയുടെ കൊടി മറിച്ചു വിറ്റ് കോടികളും ലക്ഷങ്ങളും സമ്പാദിക്കുന്നവർ, പലചരക്ക് കടയുടെ പേരിൽ വ്യാജ ബില്ലുണ്ടാക്കി, വ്യാജ GST ബില്ലുണ്ടാക്കി പാർട്ടി ഫണ്ട് കൊള്ളയടിക്കുന്ന BJPയെ കുറിച്ചിട്ടാണോ? അവരെ ഒന്നും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. അയോധ്യ ക്ഷേത്രത്തിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന BJPയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു വളർന്നു വന്ന ആളുകൾ തന്നെയാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ കോൺഗ്രസ് ഒരിക്കലും നശിച്ചു പോകില്ല, അങ്ങനെ നശിച്ചു പോകുന്ന സാഹചര്യവുമില്ല. അടുത്തത് എനിക്ക് ഷാനിബിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഷാനിബ് എന്റെ സുഹൃത്ത് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒന്നിച്ചൊരു ചേരിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള വലിയ കാലത്തെ ദീർഘകാലത്തെ പരിചയവും ബന്ധവും ഒക്കെ ഇപ്പോൾ നമ്മൾ അങ്ങനെ വിളിക്കാറില്ല, കാണാറില്ലെങ്കിലും ഞാൻ ആ രീതിയിൽ തന്നെ താങ്കൾ ഒരു സുഹൃത്തായിട്ട് കാണുന്നു. പക്ഷെ ഞാൻ സുഹൃത്തല്ല എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് പരിചയവും വ്യക്തിബന്ധവും ഇല്ലാത്ത ആളുകൾ, എന്റെ പാർട്ടിയുടെ നേതാക്കന്മാരെ വെട്ടിക്കൊന്നിടുന്നവരെ ന്യായീകരിക്കുന്നവർ എന്റെ സുഹൃത്തല്ല എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. എന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ പേരിൽ എന്നെ വിമർശിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. താങ്കൾ എന്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ തന്നെ മറ്റു പല CPM നേതാക്കന്മാർ എന്റെ സുഹൃത്തല്ല എന്ന് പറയുന്നതിനും എനിക്ക് വ്യത്യസ്തമായ ഒരു ഭയവും ഇല്ല. അത് താങ്കൾ പാർട്ടി മാറിയതുകൊണ്ട് എന്റെ സുഹൃത്താകാതിരിക്കുന്നില്ല. മറ്റു പാർട്ടിയിലുള്ള പലരും വിവിധ വർഷങ്ങളോളം ബന്ധമുള്ള ആളുകൾ എന്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പൊ സുഹൃത്തിനെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടല്ല, ബന്ധങ്ങളുടെയും ദീർഘകാലത്തെ അടുപ്പം കൊണ്ടുകൂടിയാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഇനി അടുത്തത് ABVP-ക്കാർ വന്നതിനെ കുറിച്ചാണ് ഷാനിബിന്റെ ആശങ്ക. ABVP-ക്കാർ മാത്രമല്ല ഷാനിബെ, SFI-ക്കാർ കൂടി വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇവിടെ നിങ്ങൾ പറയുന്നു BJPക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന ഒരു സർക്കാരാണെന്ന്. ഒരു കാരണവശാലും ആകില്ല. VD സതീശൻ സർക്കാർ BJPക്ക് വേണ്ടി ഒരു ഇഞ്ച് സഹായം ചെയ്യുന്ന ഒരു സർക്കാർ ആയിരിക്കില്ല. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച കാലത്ത് ADGPയുടെ നേതൃത്വത്തിൽ പൂരം കലക്കുകയും RSSകാരും കണ്ട കാര്യത്തിൽ SFIക്കും DYFIക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. PM ശ്രീയും PM ഉഷയും PMAY ഒക്കെ നടപ്പാക്കിയപ്പോൾ ഒരു എതിരഭിപ്രായം ഉണ്ടായില്ല. കൊടകര കുഴൽപ്പണ കേസിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രക്ഷപ്പെട്ടപ്പോൾ BJPക്ക് രക്ഷപ്പെടാൻ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ഒരു എതിരഭിപ്രായം ഞങ്ങൾ കണ്ടില്ല. നിങ്ങളുടെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന CPIയുടെ നേതാവ് ചന്ദ്രശേഖരന്റെ കൈ തല്ലിയൊടിച്ച BJPക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കൂറുമാറിയ CPM നേതാക്കന്മാർക്കെതിരെയും SFIക്ക് ഒരു നിലപാടുണ്ടായില്ല. RSSകാരായിട്ടുള്ള ഗവർണർമാരെ കാണാതെ അത്താഴവും പ്രാതലും കഴിക്കില്ല എന്ന് പറഞ്ഞ് ക്ഷണക്കത്ത് കൊടുക്കുന്ന പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ നിങ്ങൾ എതിർത്ത് പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. BJPയുടെ 3 MLA-മാർ CPM-ന്റെ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്നിട്ട് നിങ്ങൾക്കൊരു പരാതിയുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യത്തിൽ നിങ്ങൾ പറയാൻ ആർജവമില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ പേരിൽ എത്ര ആക്ഷേപങ്ങൾ നേരിട്ടാലും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടുപോകും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പിന്തുണച്ച് നിലപാട് പറയുന്ന കേട്ടു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. SFIയുടെ ഞങ്ങളെ എതിർക്കുന്ന, ഞങ്ങളെ തല്ലിക്കൊല്ലാൻ നടക്കുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റിനെ അഭിനന്ദിച്ച ഒരു പോസ്റ്റും നിലപാടും പറഞ്ഞില്ലേ? ഇതുപോലെ ഞങ്ങൾക്കൊന്ന് അഭിനന്ദിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം SFIക്കാർ പിണറായി വിജയനെതിരെ ഒരു നിലപാടെടുത്തില്ല. ആ ക്ലിഫ് ഹൗസിലെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും ജനാധിപത്യ ബോധമില്ലാതെ മൗനികളായി നിങ്ങൾ ഇരുന്നില്ലേ? അതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ തോറ്റിരിക്കുന്നത്. ഞങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞും ജയിക്കണമെങ്കിൽ ഒരു തരത്തിലും സന്ധി ചെയ്യുന്ന ഒരു നിലപാട് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കോൺഗ്രസ് ബോധ്യം. ഞങ്ങൾ സ്വയം വിമർശനം നടത്തും, ഞങ്ങൾ ഉൾപാർട്ടി വിമർശനം നടത്തും. ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി, ഷാനിബിനെ പുറത്താക്കിയത് ഷാനിബ് ഒരു ഇലക്ഷൻ സമയത്ത് വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ്. ഷാനിബിന് അത്തരം അഭിപ്രായങ്ങളുണ്ടെങ്കിൽ മുൻപേ പറയാമായിരുന്നു. ഷാനിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഇലക്ഷൻ സമയത്ത് പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞ് വ്യക്തിയാധിഷ്ഠിത അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത്. ഒന്നാമത്തെ കാര്യം. പിന്നെ DYFI ഇപ്പോൾ നടത്തുന്ന ആത്മവിമർശനം, 10 കൊല്ലം ഭരിച്ച സർക്കാർ, അതിനുശേഷം 50 സിറ്റിംഗ് MLA-മാരും 13 മന്ത്രിമാരും തോറ്റതിന് ശേഷം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും തോറ്റതിന് ശേഷം നിങ്ങൾ രഹസ്യമായി നടത്തുന്ന വിമർശനങ്ങളുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കല്ലേ? നിങ്ങൾ ഭരിച്ച കാലത്ത് നിങ്ങൾ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇന്നും പിണറായി വിജയന് കപ്പലോടിച്ചുകൊണ്ട് കപ്പിത്താനായിട്ടിരിക്കാമായിരുന്നല്ലോ. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് തോന്നുന്ന ശേഷം തോന്നുന്ന ബോധോദയമല്ല. ഇനി ഒരു കാര്യം കൂടി. ശ്രീ ജിൻഡോ ജോൺ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. പ്രിയദർശിനി 100-ൽ 100 മാർക്ക്. പക്ഷേ നോക്കൂ, 3 നേരമാണ് കേരളത്തിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 എത്ര നേരമാണെന്ന് പോലും അറിയില്ല. അരമണിക്കൂറോ 20 മിനിറ്റോ എത്ര സമയമാണ്? എപ്പോഴാണ് ഒരു അറിയിപ്പ് കൊടുത്തൂടെ?
തീർച്ചയായിട്ടും റെസ്പോൺസിബിൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതെ പാർട്ടിയുടെ താല്പര്യം, കേരളത്തിന്റെ താല്പര്യം, ഗവൺമെന്റിന്റെ താല്പര്യം ഇതൊക്കെ സംരക്ഷിച്ച് അഭിപ്രായം പറയേണ്ടതാണ്. പക്ഷേ ഈ ഡെമോക്രാറ്റിക് ആയിട്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് സ്വകാര്യമായി മാത്രം പരാതി പറയണമെന്ന് പറഞ്ഞതാ. അപ്പോ റെസ്പോൺസിബിൾ ജനാധിപത്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ടിക്കും കേരളത്തിലെ ഗവൺമെന്റിനും ഒരു കാര്യം ഉണ്ടായിക്കൂടാ. അർജന്റീനയുടെ ഫൈനൽ കളി കാണുമ്പോൾ കറണ്ട് പോയ എന്തായിരിക്കും ജിൻഡോന്റെ അവസ്ഥ? അല്ല, ഞാൻ കറണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിൽ കളി കാണാനുള്ള സംവിധാനം എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു അർജന്റീന ഫാൻ തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ കറണ്ട് പോകുന്നതിനെ ന്യായീകരിക്കുന്ന നിലപാട് എനിക്കില്ല. കറണ്ട് പോകുന്നതിനെ ന്യായീകരിക്കുന്ന നിലപാടില്ല. താങ്കൾ കുറെ നേരമായി ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സൗജന്യ ബസ് യാത്ര നടപ്പാക്കിയത് നല്ലതല്ലേ? ആശാ വർക്കർമാർക്ക്, അംഗൻവാടി ടീച്ചർമാർക്കും ഓണറേറിയം വർദ്ധിപ്പിച്ചത് നല്ലതല്ലേ? ഓപ്പറേഷൻ തൂഫാൻ നല്ലതല്ലേ? 100-ൽ 100 മാർക്ക്. താങ്ക് യു. ഇനി കറണ്ട് കട്ടിനെ കുറിച്ച് പറയാം. കേരളത്തിൽ മുൻകാലത്തില്ലാത്ത അത്ര വലിയ മഴ ലഭ്യതയുടെ കുറവ് നമ്മൾക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഡാമുള്ള പ്രദേശത്ത് മഴ പെയ്യുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഡാമുകളിൽ വെള്ളത്തിന് ദൗർബല്യമുണ്ടാകുന്നു. കറണ്ടിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗം വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൻതോതിൽ ഉപഭോഗം വർദ്ധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതിയുടെ അപര്യാപ്തത ഉണ്ടാകും. പക്ഷേ അതിന്റെ പേരിൽ 60 ദിവസം മാത്രം കാലാവധി ആയിട്ടുള്ള പറഞ്ഞു ഞാൻ മൊബൈലിൽ അർജന്റീനയുടെ ഫൈനൽ കാണുന്നത്. മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിലോ? ചാർജ് ചെയ്യാൻ കറണ്ട് വേണ്ടേ? അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ. ഇപ്പം എപ്പോഴാണ് കറണ്ട് പോവുക? അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലിനോ പ്രതിഭാസം, മഴ കിട്ടുന്നില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ ഇത് എപ്പോഴാണ് കറണ്ട് പോവാന്ന് അറിയിച്ചൂടെ? അതൊരു മിനിമം കാര്യല്ലേ? അത് അല്ല, ആ പറഞ്ഞ ന്യായം നമ്മൾ ഈ പറഞ്ഞ പോലെ എൽ നിനോ പ്രതിഭാസം, പാരിസ്ഥിതിക പ്രശ്നം, ജലലഭ്യതയുടെ കുറവ്, കറണ്ടിന്റെ അമിത ഉപയോഗം ഇതെല്ലാം നിൽക്കുന്നുണ്ട് എന്ന് ആദ്യം സമ്മതിക്കണം. ആദ്യം സമ്മതിച്ചിട്ട് വേണം കറണ്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി പോകുന്നു എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് അറിയിപ്പോടുകൂടി കട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ നല്ല രീതി എന്ന് ഞാൻ വിചാരിക്കുന്നു.